APJ Abdul Kalam Technological University 2024 scheme Engineering Graphics and Computer Aided Drawing Model Question Paper Discussion Video ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 3ത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ ഓഫ് സോളിഡ്സിലെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെക്സഗണൽ പിരമിഡ്, സൈഡ് ഓഫ് ബേസ് 30 mm and axis 70 mm rest with its base on the HP and an edge of the base inclined at 30 degree to VP. A section plane inclined at 45 degree to VP and perpendicular to HP passes through the pyramid at a distance of 10 mm from the axis and in front of it. Draw its top view, sectional front view and true shape of the section. അപ്പോൾ ക്വസ്റ്റ്യൻ ഹെക്സഗണൽ പിരമിഡ് ആണ്. അപ്പോൾ ബേസിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് ചോദിക്കൂ. അതുകൊണ്ട് ആക്സിസ് വെർട്ടിക്കൽ, ബേസ് HP യിലായിരിക്കും. അങ്ങനെ ഹെക്സഗൺ ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിൽ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂവിൽ ഹെക്സഗൺ വരയ്ക്കുമ്പോൾ അത് എങ്ങനെ വരയ്ക്കണം, അത് കറക്റ്റായി തന്നെ ചെയ്യണം. അതായത് സിമ്പിൾ പൊസിഷൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്ക് 0 ആയി പോകും. അപ്പോൾ അതായത് ഹെക്സഗണിൻ്റെ ബേസ് എഡ്ജ് പാരലാണോ, ഇൻക്ലൈൻഡ് ആണോ, അതോ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ലൈൻ ആണോ എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ നോക്കി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP ആൻഡ് എൻ എഡ്ജ് ഓഫ് ബേസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree to VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു എഡ്ജ് VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 degree എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നതാണ്. ഒരു എഡ്ജ് XY ലൈന് 30 degree ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഹെക്സഗണിൻ്റെ 2 എഡ്ജസ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ 30 degree കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. 2 ബേസ് എഡ്ജസ് XY ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 degree ആകുമ്പോഴാണ് അടുത്ത 2 ബേസ് എഡ്ജസ് XY ലൈന് പെർപെൻഡിക്കുലർ ആകുന്നത്. ഓക്കെ, എനിവേ നമ്മൾ 30 degree എടുത്ത് തന്നെ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണിത് കിട്ടുന്നത്. 30 degree ലൈന് വരയ്ക്കാം. 30 degree ലൈൻ വരച്ചു. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ വെച്ചിട്ട് 30 mm ലൈൻ എടുക്കുന്നു. ഞാനിവിടെ ഒരു പോയിന്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ XY ലൈനിന് ടച്ച് ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയിം ചെയ്യുമ്പോൾ അടുത്തടുത്ത് പോയിൻറ്റ്സ് ഒക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെയാണ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഡയറക്ഷനിലോട്ടേക്ക്, സെയിം ഡയറക്ഷനിലോട്ടേക്ക് തന്നെ 30 mm 30 degree. ഇനി 120 degree എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാം. ഹെക്സഗൺ കംപ്ലീറ്റ് ആയി. ഈ ആംഗിൾ 30 degree വരുമ്പോൾ ഹെക്സഗണിൻ്റെ 2 ബേസ് എഡ്ജസ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ആംഗിൾ 30 degree ആയിരിക്കും. ബേസ് എഡ്ജസ് നെയിം ചെയ്യുക ABCDEF. ഇനി സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. അപ്പെക്സ് O കാണണം. അതിൻ്റെ ഡയഗണൽസ് വരയ്ക്കുക തിൻ ലൈൻ യൂസ് ചെയ്തിട്ട്. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് O. OA, OB, OC, OD, OE, OF ലൈൻ ജോയിൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ABCDEF ബേസ് HP യിലായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് XY ലൈനിലേക്കായിരിക്കും പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാം. ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് നെയിം ചെയ്യുക. ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് നെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് 70 mm ആണ്. അപ്പോൾ 70 mm എബോ ആയിട്ടാണ് O' ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ആക്സിസ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ BOEO ഈ 2 ഫേസ് എഡ്ജസ് ഈ ലൈനിൽ വരുന്നുണ്ട്. അപ്പം B', O', അതിൽ B', O' വിസിബിൾ എഡ്ജാണ്, അതുകൊണ്ട് വിസിബിൾ ലൈൻ വരയ്ക്കുക. അപ്പോൾ 70 mm ലോങ് ലൈൻ വരയ്ക്കുക. വരയ്ക്കുന്നതൊക്കെ തിൻ ലൈൻ വരയ്ക്കുക, കാരണം സെക്ഷനാണ്. റീറ്റെയിൻ ചെയ്ത പോർഷൻ നമുക്ക് അവസാനം മനസ്സിലാവും. 70 mm പെർപെൻഡിക്കുലർ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് O' ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഫേസ് എഡ്ജസ് ഒക്കെ ജോയിൻ ചെയ്യുക. ഫേസ് എഡ്ജസ് ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. സെക്ഷൻ ചെയ്ത് നോക്കണം. സെക്ഷൻ പ്ലെയിൻ തന്നിരിക്കുന്നത്
ഇൻക്ലൈൻ 45 ഡിഗ്രി ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നാണ്. അതായത് വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. വി പിക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എക്സ് വൈ ലൈന് താഴെയാണ് സെക്ഷൻ ലൈന് വരിക. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആകുമ്പോഴാണ് എക്സ് വൈ ലൈന് മുകളിൽ വരിക. അത് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ഒരു ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിലാണ് ആ ഇൻക്ലിനേഷൻ കാണുക. ലൈൻ ഇൻക്ലൈൻ ടു വി പിയിലാണെങ്കിൽ ടോപ്പിലാണ് ഇൻക്ലിനേഷൻ കാണുക. ഇനി അങ്ങനെ അത് തന്നിരിക്കുന്നത് 10 mm ഫ്രം ദ ആക്സിസ് എന്നാണ്. അപ്പോൾ ആക്സിസിന് 10 mm ആണ്. ഓക്കെ, അപ്പോൾ ആക്സിസ് ഇവിടെ പോയിൻ്റ് ആയിട്ട് ഒ ആയിട്ട് കാണും. ഇതിൽ നിന്ന് 10 mm എവേ ആയിട്ടാണ് അതിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആ 45 ഡിഗ്രി ലൈനിലേക്ക് ഈ പോയിൻ്റ് ഒയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10 mm ആയിരിക്കണം. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് കാഡിലൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ 10 mm റേഡിയസിലൊരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് 45 ഡിഗ്രി വരുന്ന രീതിയിൽ ഈ ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെക്ഷൻ ലൈന് വരയ്ക്കേണ്ടത്. അപ്പോൾ 10 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക, തിൻ സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് 45 ഡിഗ്രി ലൈൻ വരയ്ക്കണം. അതിനൊരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി ലൈൻ ഞാൻ ഈ ഡയറക്ഷനൊക്കെ എടുത്തത്, കാരണം എനിക്ക് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും സ്പേസ് ഇല്ല. ഞാൻ പാരലായിട്ട് ഇവിടെ വരയ്ക്കേണ്ടി വരും. ഞാനിത് ലാൻഡ്സ്കേപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്, വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത് പോർട്രേറ്റ് ആയിട്ട് എടുത്തിട്ട് വരയ്ക്കാം. ഈ 45 ഡിഗ്രി ലൈനിന് പാരലായിട്ട് സർക്കിളിൻ്റെ ടാൻജൻ്റായിട്ട് സെക്ഷൻ ലൈൻ വരയ്ക്കണം. 45 ഡിഗ്രി ലൈൻ വരച്ചതിന് ശേഷം ഈ ലൈനിന് പാരലായിട്ട് ഈ സർക്കിളിൻ്റെ ടാൻജൻ്റായിട്ട് വരയ്ക്കുക. സെക്ഷൻ ലൈൻ ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് തിക്കറ്റ് ബോത്ത് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ എ ബിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഒരു പോയിൻ്റ്, ഇവിടെ ഒ ബിയെ കട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിൻ്റ്, ഒ സിനെ കട്ട് ചെയ്യുന്നിടത്ത് തേർഡ് പോയിൻ്റ്, ഫോർത്ത് പോയിൻ്റ്. 4 പോയിൻറ്റ്സ് ആണ് കിട്ടുക. നെയിം ചെയ്യുക. 1 2 3 and 4 പോയിൻറ്റ്സ് ആണ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ പോയിൻറ്റ്സിനൊക്കെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. പ്രൊജക്റ്റ് ചെയ്യുക. 1 എ ബിയിലാണ്, അതുകൊണ്ട് 1 ഡാഷ് എ ഡാഷ് ബി ഡാഷിലായിരിക്കും. 2 ബി ഒയിലാണ്, ബി ഡാഷ് ഒ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒ സെൻറ്റർ 2 റേഡിയസിൽ ആർക്ക് ഒ സിയിലേക്ക് വരച്ചിട്ട് അതിന് ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഒ ഡാഷ് സി ഡാഷ് അല്ലെങ്കിൽ ഒ ഡാഷ് ഡി ഡാഷിലേക്ക്. അവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് പോയിൻ്റ് 2 കിട്ടും. ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് 2 1, ഈ പോയിൻ്റ്. ഇതിൽ നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക. ഒ ഡാഷ് സി ഡാഷിലേക്ക്, അവിടെ നിന്ന് ഹൊറിസോണ്ടൽ വരയ്ക്കുക. അപ്പോൾ ഈ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും 2 ഡാഷ്. അങ്ങനെ 2 ഡാഷ് കിട്ടിക്കഴിഞ്ഞു. 1 ഡാഷ് ഓൾറെഡി ഇവിടെ കിട്ടി. ഇനി 3 പോയിൻ്റ് ഇതാണ്, ഇവിടെയാണ്. ഇതാണ് പോയിൻ്റ് 3. ഇവിടെ നിന്ന് ഒ സിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ പോയിൻ്റ് ആയിരിക്കും 3 ഡാഷ്. 4 സി ഡാഷ് ഡി ഡാഷിലാണ്. സി ഡാഷ് ഡി ഡാഷ് ഒരു പോയിൻ്റാണ്, അപ്പോൾ ഈ പോയിൻ്റ് തന്നെയായിരിക്കും 4. നെയിം ചെയ്യാം. വൺ ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. കണ്ടിന്യൂസ് ലൈൻ.
ഇതൊക്കെ റീറ്റെയിൻ ചെയ്ത പോർഷനാണ്. റീറ്റെയിൻ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ടോപ്പ് വ്യൂ റീറ്റെയിൻ ചെയ്തത് ഇവിടെ വരെയാണ്. ഈ പോർഷൻ റിമൂവ് ചെയ്തതാണ്. ഇനി 45 ഡിഗ്രി ലൈൻ യൂസ് ചെയ്തിട്ട് ഈ സെക്ഷൻ ചെയ്ത സർഫസ് ഹാച്ച് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. അടുത്തതായിട്ട് ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ലൈന് പാരലായിട്ട് ഒരു ലൈൻ എടുത്തിട്ട് ഈ ഓരോ 4 പോയിൻറ്റ്സിനും പുതിയ സെക്ഷൻ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് XY ലൈനിൽ നിന്ന് 1 ഡാഷിലേക്കുള്ളത്, 2 ഡാഷിലേക്കുള്ളത്, 3 ഡാഷിലേക്കുള്ളത്, 4 ഡാഷിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്ത് കറസ്പോണ്ടിങ് ലൈൻസിൽ പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ ആൻസർ കിട്ടും. പക്ഷേ എനിക്കിവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ ഈ സെക്ഷൻ ലൈൻ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് മാറ്റി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇവിടെയാണ് ആൻസർ കാണുന്നത്. സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യുക. ആൻസർ കീഴിലെ ആൻസർ ഇങ്ങനെയായിരിക്കും, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ആൻസേഴ്സ് ഇങ്ങനെയായിരിക്കും. എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ സെക്ഷൻ ലൈൻ ഇവിടെ ഹൊറിസോണ്ടലായിട്ടോ അല്ലെങ്കിൽ XY ലൈൻ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് കറക്റ്റ് ഡിസ്റ്റൻസ് എടുത്തിട്ട് 1 to 2, 1 to 2, 2 to 3, 3 to 4 ഈ പോയിൻറ്റ്സിൽ മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. 1 XY ലൈനാണ്, അതുകൊണ്ട് 1 ഇവിടെ തന്നെയായിരിക്കും. 2 ഇവിടെ നിന്നാണ് വരുന്നത്, ഹൊറിസോണ്ടൽ ലൈൻ. 3 നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക. 4 XY ലൈൻ തന്നെയായിരിക്കും, കാരണം 4' XY ലൈനിലാണ്. ഇതാണ് പോയിൻറ്റ് 2. പോയിൻറ്റ്സ് നെയിം ചെയ്യാം. വൺ ഡാഷ്, 2 ഡാഷ്, 3 ഡാഷ്, 4 ഡാഷ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഷെയ്ഡ് ചെയ്യുക 45 ഡിഗ്രി ലൈൻ യൂസ് ചെയ്തിട്ട്. ആൻസർ കംപ്ലീറ്റ് ആയി. അതിന് ഡയമെൻഷൻ കൂടെ ബാക്കിയുണ്ട്. ഇതാണ് ആൻസർ വരുന്നത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ ടോട്ടൽ 15 മാർക്സ് ആണ്. അപ്പോൾ 1 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. ഇപ്പോൾ 4 മാർക്സിൽ ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 3 മാർക്സ് ആണ് യൂഷ്വലി വരാൻ സാധ്യത. ബാക്കി വരുന്നത് സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഒരു 2 മാർക്സ് കിട്ടും. ഇപ്പോൾ 5 മാർക്സ് ഇത്രയായി. സെക്ഷൻ്റെ ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പിനാണ് ബാക്കി മാർക്ക് വരിക. അതൊരു 4+4 4+5 വരുന്ന രീതിയിൽ അതിനനുസരിച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാറുണ്ട്. അതായത് സിമ്പിൾ പൊസിഷന് ചില ആൻസർ കീഴിൽ മാർക്ക് കൂടുതൽ കൊടുക്കും, സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് കുറവായിരിക്കും. ചിലതിൽ ഈ സെക്ഷൻ പോയിൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് സെക്ഷൻ ലൈൻ വരയ്ക്കുന്നതിനാണ് കൂടുതൽ മാർക്ക് കാണാറുള്ളത്. ട്രൂ ഷേപ്പിന് യൂഷ്വലി 3 to 4 മാർക്സ് ആണ്, അല്ലെങ്കിൽ 5 മാർക്സ് ഇത്രയാണ് ഉണ്ടാകുക. ബട്ട് ഈ സിമ്പിൾ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഇത് XY ലൈന് പാരലായിട്ടോ മറ്റോ വരച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് 0 ആണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക.